നവ്യ ഹരിദാസ് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ എൻഡിഎയുടെ സ്ഥാനാർത്ഥിയും മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയുമായിട്ടുള്ള നവ്യ ഹരിദാസ് കാലത്ത് തന്നെ വോട്ട് ചെയ്യാനെത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അതിശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമായി കോഴിക്കോട് നോർത്തിനെ മാറ്റിയത് നവ്യയുടെ സാന്നിധ്യമാണ്. മാത്രമല്ല ബി.ജെ.പിയുടെ വടക്കൻ കേരളത്തിലെ ഒരു മുഖമായി മാറുകയാണ് നവ്യ ഹരിദാസ് അല്ലേ. തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കുന്ന ഓളം, പ്രതികരണങ്ങളിലെ പക്വത, ഇതൊക്കെ നവ്യ ഹരിദാസ് എന്ന നേതാവിനെ വളരെ സജീവ സാന്നിധ്യമാക്കുന്നുണ്ട്. അവിടെ അനഘ ഹർഷൻ ഉണ്ട്. അനഘയോട് ചോദിക്കാം. അനഘ, നവ്യ ഇപ്പോൾ ക്യൂവിലാണ്, വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നു. വളരെ വിജയപ്രതീക്ഷയുള്ള ഒരു നേതാവ് അല്ലേ? നവ്യ ഹരിദാസ് വോട്ട് രേഖപ്പെടുത്താനായി ക്യൂവിൽ നിൽക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഏറെ സജീവമായ സാന്നിധ്യമായ ഒരു വനിതാ നേതാവാണ്. ഒരുപക്ഷെ വടക്കൻ കേരളത്തിൽ ബി.ജെ.പിയുടെ ഏറ്റവും സജീവമായൊരു സാന്നിധ്യമാണ് നവ്യ ഹരിദാസ് എന്നത്. നമ്മളത് വയനാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ കണ്ടു. പിന്നീട് അവിടെ കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് വിജയിച്ചപ്പോൾ നമ്മൾ കണ്ടു. അതായത് പടിപടിയായി വലിയൊരു രാഷ്ട്രീയ മുഖമായി മാറിയ നവ്യ ഹരിദാസ് വോട്ട് രേഖപ്പെടുത്താനെത്തുന്നു. അനഘ, പറയാം. കൃഷ്ണരാജ്, മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയും എൻ.ഡി.എ സ്ഥാനാർത്ഥിയുമായ നവ്യ ഹരിദാസ് ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുകയാണ്. 7 മണിക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്തും എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. വോട്ട് അവസാന നിമിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതെ, ശുഭപ്രതീക്ഷയോടുകൂടെ നിൽക്കുന്നു. തീർച്ചയായിട്ടും വിജയം ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പോളിംഗ് ക്ഷേത്ര സന്ദർശനമൊക്കെ നടത്തി ഇപ്പോൾ വോട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെയുള്ള പബ്ലിക് ഒരു വികസനത്തിന് വേണ്ടി ഒപ്പമുണ്ടാകും തന്നെയാണ് പ്രതീക്ഷ. കോഴിക്കോട് വിവിധയിടങ്ങളിൽ രാവിലെ മുതൽ നല്ല വലിയ പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. അതൊരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും എത്രത്തോളം ബോധവാന്മാരാണ് ജനങ്ങൾ എന്നുള്ളതും സ്വന്തം വോട്ടവകാശം കൃത്യമായിട്ട് വിനിയോഗിക്കാൻ വേണ്ടി രാവിലെ 7 മണിക്ക് തന്നെ വരി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. വോട്ട് രേഖപ്പെടുത്തുന്നതിന് ശേഷം കൃഷ്ണരാജ്, ഗൗതം, എന്തായാലും വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ തേടാം എന്നുള്ളതാണ്. ഇവിടെ എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി വോട്ട് ചെയ്ത് ആളുകൾ ഈ ബൂത്തിൽ നിന്ന് മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഞാൻ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് പല